സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2023 യുക്രൈൻ സന്ദർശനത്തിനിടെ വധിക്കപ്പെടുമെന്ന് ഭയന്നിരുന്നതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വരികയാണ്. യുക്രൈൻ റാഡിക്കലുകൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീതിയുണ്ടായിരുന്നെന്നാണ് ബൈഡൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പുറത്തു വന്ന MSNBCയുടെ ലോറൻസ് ഒ ഡോണലുമായുള്ള അഭിമുഖത്തിലാണ് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിന് ഒരു വർഷത്തിനു ശേഷം 2023 ഫെബ്രുവരിയിൽ താൻ യുക്രൈനിലേക്ക് ഒരു അപ്രതീക്ഷിത യാത്ര നടത്തിയതായും ഈ യാത്രക്കിടെ തനിക്ക് നേരെ വധശ്രമം ഉണ്ടാകുമെന്നും പെന്റഗൺ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി ബൈഡൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. വധഭീഷണി വന്നത് റഷ്യയിൽ നിന്നല്ല, മറിച്ച് റഷ്യൻ സർക്കാരുമായി സഹകരിക്കുന്ന യുക്രൈനിലെ റാഡിക്കൽ വിഭാഗത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ സുരക്ഷാ ഭീതി നിലനിൽക്കെ യുക്രൈനിലേക്ക് പോകരുതെന്നും ഇന്റലിജൻസ്, പെന്റഗൺ ഉദ്യോഗസ്ഥർ ശക്തമായ മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇല്ലാതാക്കാൻ പുടിൻ ധൈര്യപ്പെടില്ല എന്ന തിരിച്ചറിവ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ബൈഡൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യുക്രൈൻ സന്ദർശനത്തിന് വളരെ കൃത്യമായ ആസൂത്രണവും ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളീവൻ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ യുക്രൈനിലേക്ക് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്ക ഇക്കാര്യം റഷ്യയെ അറിയിച്ചിരുന്നതായും ബൈഡൻ വെളിപ്പെടുത്തി. യുക്രൈനിലെത്തിയ ബൈഡൻ വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിനായി $500 ബില്യൺ അധിക സഹായമാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താമെന്ന് സെലൻസ്കി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു, ബൈഡൻ അഭിമുഖത്തിൽ പറയുന്നു. അതേസമയം യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിനെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. യുക്രൈനെ സഹായിക്കുന്നതിലൂടെ ശത്രുത വർദ്ധിപ്പിക്കുക മാത്രമാണെന്നും അത് കൂടുതൽ മരണത്തിനും നാശത്തിനും കാരണമാകുമെന്നും പെസ്കോവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു.